അപ്പോൾ ഇവിടെ 2 ചിങ്കിടികൾ ഹൈലൈറ്റ് മാൾക്ക് പോവാ അല്ലേ അല്ലേ? ഹായ് പറയ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ 2 പേരുടെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് 2 കുട്ടികളെയും കൊണ്ടിട്ട് ഒരു ട്രാവലിങ്ങിന് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും അവർ അടി ഉണ്ടാക്കിയതൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. കാരണം ഹസൂനെ ഞാൻ ഇടയ്ക്ക് ട്രാവലിങ് ചെയ്യിക്കാറുണ്ട്. പക്ഷേ മസ്നുവിനെ ഫസ്റ്റ് ടൈമാണ് മോനിങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടർക്ക് ആദ്യം പോയത് കാരണം കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് കൊണ്ടുപോയത് മക്കളെ. പക്ഷേ ഇത് ലാസ്റ്റ് ടൈം ആവുമെന്ന് വിചാരിച്ചു. അത്രയും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്നു 2 കാരണം ഒരാൾക്ക് ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഐസ്ക്രീം വാങ്ങിക്കണം. അത് എന്താണ് ഒരാൾ ചെയ്യുന്നത് അതെല്ലാം നോക്കിയിട്ടാണ് ഇവരെ പ്രവർത്തനം കേട്ടോ. അപ്പോൾ എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അടിപൊളിയാ? എങ്ങനെയുണ്ട്? അല്ലോ ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ. അപ്പോൾ ഇവിടെ മത്സരമാണ് കേട്ടോ. ഒരാളെന്താ ചെയ്യുന്നതൊക്കെ രണ്ടിനും ചെയ്യണം. ഒരാൾക്ക് ഐസ് വാങ്ങിച്ചപ്പോൾ മറ്റൊരാൾക്ക് ഐസ്. ഒരാൾ ഐസിൻ്റെ കവർ ഒഴിവാക്കിയപ്പോൾ ഓന് ഐസിൻ്റെ കവർ ഒഴിവാക്കി. ഇങ്ങോട്ട് നോക്കടാ, എനിക്കൊരു കഷ്ണം തരുമോ? അപ്പോൾ അവർക്ക് 2 പേർക്ക് ലോലിപോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് കൊത്തു പൊറോട്ട കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന ടൈമിലാണ് അവർക്ക് സവനപ്പിന് വേണ്ടിയിട്ട് വീണ്ടും അടി നടന്നു കേട്ടോ. കാരണം ഒരാൾക്ക് ഒരു ബോട്ടിൽ വേണം എന്നുള്ള വാശിയായിരുന്നു. ഒരാൾ കഴിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. 2 കൊണ്ടുവന്ന് ഞങ്ങൾ സത്യം പറഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവർ റേസിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിരുത്തപ്പോൾ അതിലേറെ കോമഡിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരാളെടുത്ത അതേ വണ്ടി തന്നെ മറ്റോനും വേണം. അപ്പോൾ അവനെ ഇറക്കിയതിന് ശേഷം ഹസൂന് ഇതിൽ ഇരുത്തിയതാണ്. അപ്പോൾ അവന് വേറൊരു വൈറ്റ് കാറിലാണ് പിന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ 2 റൗണ്ടിന് എനിക്ക് തോന്നുന്നു 100 ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഫുഡ് കോർട്ടറിൻ്റെ അവിടെ തന്നെയാണ് ഈ ഒരു റേസിങ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്താണ് ഈ ഒരു റേസിങ് അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ പറയാം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു റൈഡിൽ കയറുമ്പോൾ അടുത്തേക്ക് പോവുകയാണ് അവർ. അപ്പോൾ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അല്ലു ഈ ഒരു ഇതേമാതിരത്തെ ഒരു വൈറ്റിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസൂനും അതിൽ കയറണം. പക്ഷെ അവന് വാശിയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഉള്ള വേറൊരു കാറിലാണ് ഹസൂനെ രണ്ടാമത് ഞാൻ കയറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവർ രണ്ടാലും തകർത്താടുന്നുണ്ട്. എന്നെന്തായാലും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒറ്റ ദിവസം നമ്മൾ അവരെ കൊണ്ടുപോകാറില്ലല്ലോ. അപ്പോൾ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഭയങ്കര സീനായിട്ടുണ്ടായിരുന്നു.
ഹസ് വന്നിട്ടുണ്ടായിരുന്ന ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ്. ഇതൊക്കെ വലിയ കുട്ടികളല്ലേ കളിക്കുക, ഇവനോട് പറഞ്ഞിട്ട് മനസ്സിലാണ്ട് ലാസ്റ്റ് ഞാൻ എന്ത് പണി ചെയ്ത് തരുമോ, അവിടെയുള്ള ഒരുവിധ റൈഡുമലൊക്കെ കൊണ്ടേ ഇരുത്തി കൊടുത്ത് ക്യാഷ് കൊടുത്തിട്ടില്ല. കാരണം അവന് ജസ്റ്റ് അതിൽ കയറിയിട്ട് അവിടെ ഇവിടെ നിൽക്കാനുള്ള ആഗ്രഹമേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവന് ഇതിൻ്റെ സിസ്റ്റങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിലും ഒന്ന് കയറ്റിട്ടോ, നമ്മൾ ക്യാഷ് കൊടുക്കാതെ കഴിഞ്ഞും ചെയ്തു. കാരണം ക്യാഷ് കൊടുക്കുന്നതുകൊണ്ടല്ല, ഇവന് എല്ലാത്തിലും കയറണം. ഒരു റൈഡിൻ്റെ തൊട്ടടുത്ത് എന്തെങ്കിലും ഉണ്ടോ അതിലും കയറണം. അപ്പോൾ അവരാഗ്രഹം പോലെ ജസ്റ്റ് എല്ലാത്തിലും ഒന്നിങ്ങനെ ഒന്ന് കറക്കിക്കൊണ്ട് ഇറക്കിട്ടോ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ കുറേയൊക്കെ നാളായി ഹൈലൈറ്റ്മാളിൽ വരുന്നത്. പക്ഷേ ഇതുവരെ ഞാൻ ഈ ഒരു ഇതിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഹസൂനും അല്ലൂനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിലൊരാൾക്ക് ചാർജ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ട, ഹസൂന് വേണം, പക്ഷേ മസ്നുനൻ്റെ കുട്ടിക്ക് വേണ്ട കേട്ടോ. പിന്നെ അവൾ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരാൾക്ക്, അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് 300 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു റൗണ്ടാണെന്നാണ്. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇതിൽ പോകുന്നത്. അപ്പോൾ കുറേ പേര് ഹൈലൈറ്റ് മാളിൽ വന്നിട്ട് ഇതിൽ കയറാതെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം കയറണം കേട്ടോ. കാരണം അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടുള്ളൊരു എൻജോയ്മെൻ്റ് കൂടി ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലി വ്ളോഗൊക്കെ നിങ്ങൾ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹലോ, പോവാ തിയേറ്ററിൽ പോവാ. എടി ഓപ്പൺ ആയിട്ടുണ്ടടി, അതിൽ കയറാനല്ലേ? അന്ന് നമ്മൾ ട്രെയിനിൽ പോയ അതേ അവസ്ഥയാണോ? അന്ന് ഇന്ന് നല്ല സ്മെല്ലല്ലേ? ബാത്റൂമിൽ ഇപ്പോഴോ? Basket